KSRTC ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത്. വ്യക്തിഗതമായ ഒരു അപകടത്തിൽ KSRTC ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ 1 കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും. എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ 1,60,00,000 രൂപ വരെ ലഭിക്കും. സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽ പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും 1 കോടി രൂപ ലഭിക്കും. ഇത് KSRTCയിലെ 22,095 സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും. സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ 80 ലക്ഷം രൂപ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് ഈ 10,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ശമ്പളം വാങ്ങുന്ന 1,688 തൊഴിലാളികളാണ്. 25,000-ന് മുകളിൽ 50,000 രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന 19,122 ആ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത്. 1 ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന 1,0274 പേരുണ്ട്. ഇതിൽ 25,000 മുതൽ 50,000 രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുകളിലുള്ള എല്ലാവർക്കും 25,000 രൂപയ്ക്ക് മേളിൽ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെത്ത്, ഒരു മരണം, അസുഖം വന്നിട്ട് മരിച്ചാൽ പോലും ആ കുടുംബത്തിന് അടിയന്തരമായി ഉടനെ 6 ലക്ഷം രൂപ കിട്ടും. അവർ കുടുംബത്തിനുള്ള സഹായമായിട്ട് 6 ലക്ഷം രൂപ കിട്ടും. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൽ ഒരു പ്രീമിയം പോലും ജീവനക്കാരടയ്ക്കേണ്ടതില്ല. ഇതിന് ഒരു പ്രീമിയവും ജീവനക്കാരടയ്ക്കേണ്ടതില്ല. അവർക്ക് ലഭിക്കുന്നതാണത്. അവർ KSRTC ജീവനക്കാരെന്ന നിലയിൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ SBIക്ക് കൊടുത്തുകൊണ്ട് SBI വഴിയാണ് എല്ലാ സാലറിയും. ഇതിൻ്റെ ഒരു പാക്കേജായിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു പദ്ധതിയാണത്. സ്റ്റേറ്റ് ബാങ്കും KSRTCയും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല. അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ 5 ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് 4 പേര്, ഭാര്യയും 2 മക്കളും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ ഒരു ഡെത്ത്, ഈ 2 കോടി രൂപ പുറത്ത്, ഈ അപകട മരണത്തിൽ 2 കോടി കിട്ടുന്ന പുറത്ത് ഈ 4 ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ, ഒന്നുകിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. അത് ഈ 25,000 രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും. ഇതിനെത്രയും അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി, മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ 10 ലക്ഷം രൂപ കിട്ടും. മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരികയാണ്. ഒരു അപകടത്തിൽപ്പെട്ടു, ഒരു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണം, 5 ലക്ഷം രൂപ വരെയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും. പിന്നെ പോസ്റ്റ് കോമ സ്റ്റേജിലേക്ക് വരുമ്പോൾ 48 മണിക്കൂറത്തേക്ക് 5 ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി. എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ 10 ലക്ഷം രൂപ അതിന് അനുവദിക്കും. ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ്. പിന്നെ ഇത് അപകടം സംഭവിച്ച മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 1 കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് 10 ലക്ഷം രൂപ കിട്ടും. 2 കുട്ടികളാണെങ്കിൽ 5 ലക്ഷം വീതം, 5 വീതം കിട്ടും. ആൺകുട്ടികളാണെങ്കിൽ 4 ലക്ഷം വെച്ച് കിട്ടും. പെൺകുട്ടികളാണെങ്കിൽ 5 ലക്ഷം വെച്ച് 2 പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും. പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപ കിട്ടും. ഇതിനൊന്നും പ്രീമിയം അടയ്ക്കേണ്ടെന്ന് ഓർക്കണം. ഇതിനൊന്നും ഒരു പ്രീമിയം ജീവനക്കാരടയ്ക്കേണ്ട. അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല, അടയ്ക്കില്ല, ഒന്നുമില്ല. അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് 50,000 രൂപ. മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ 50,000 രൂപ കിട്ടും. ആംബുലൻസ് ചെലവിന് ഒരു 50,000 രൂപ കിട്ടും. വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന സാധ്യതയില്ല, അതുകൊണ്ട് അവിടെയാണെങ്കിൽ 10 ലക്ഷം രൂപ. അതിനുള്ള സാധ്യത കുറവാണ്. അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്കീമിൽപ്പെട്ട ഈ 22,095 ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. 1,995 രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം.
അടച്ചാൽ ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും. മെഡിക്കൽ ഏത് അസുഖത്തിനും, അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു. ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോവാം. ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവ് വന്നാൽ 2 ലക്ഷം താഴെ കൊടുക്കില്ല. 2 ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾക്കും 2 adults and 2 children ഒരു വർഷത്തിൽ 1995 രൂപ അടച്ചാൽ 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും. ഇതുപോലെ തന്നെ 2495 രൂപ. ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ പറയുന്നത് എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തിൽ ഞാൻ 2495 രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന്. ഞങ്ങൾ പിടിക്കില്ല, ഞങ്ങൾ അടയ്ക്കില്ല, അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല, അവർ തന്നെ തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് 2495 രൂപ അടയ്ക്കുന്നവർക്ക് 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ 2 അഡൽസിനും 2 ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ലഭിക്കും. ഒറ്റ വർഷം, ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചെലവിൽ ഇത്രയും പൈസ 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും.